മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. ശ്രാപ്പന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. തിരുവോസ്തിരൂപനായവനിലേക്ക് നമുക്ക് നോക്കാം. എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം, എന്റെ പാപങ്ങളെ ശരീരത്തിൽ ഏറ്റെടുത്തവൻ ഇതാ അപ്പത്തിന്റെ രൂപത്തില്. ദൈവത്തിന്റെ കാരുണ്യം കണ്ണു തുറന്ന് ഒന്ന് നോക്കാവോ? ഈ വലിയ സ്നേഹത്തെ നമുക്ക് ഈ നിമിഷങ്ങളിൽ അനുഭവിക്കാം. ഈശോയെ, വചനമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണേ. തിരുവചനമായിട്ട് എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണേ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കുക. കേട്ട് മറ്റേ ചെവികളിലൂടെ ഇറങ്ങിപ്പോകുവാണോ? വചനം എൻ്റെ ഉള്ളിൽ വന്ന് വസിച്ച് ആ വചനമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒത്തിരി വചനം എനിക്കറിയാം, ഒത്തിരി വചനം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വചനം ഒന്നും അനുസരിക്കുന്നില്ല. 10 പ്രമാണങ്ങളെല്ലാം എനിക്കറിയാം, പക്ഷേ ചില പ്രമാണങ്ങളൊക്കെ ഞാൻ ലംഘിച്ച് ജീവിക്കുന്നേ. അവിടുത്തോട് ഐക്യപ്പെടുന്നവന് ശിക്ഷാവിധിയില്ല. കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ചില അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് വ്യക്തികളെ മോചിപ്പിക്കുന്ന സമയമാണ്. ചില തകർച്ചകളിൽ നിന്ന്, ചില സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് മോചിപ്പിക്കുന്ന സമയമാണ്. സഹോദരങ്ങളെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ മാപ്പ് ചോദിക്കാം. നിന്റെ സഹോദരന് ഒരു വേദന നിന്നിലൂടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വേദന നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. നിന്നിലൂടെ ഒരു വേദന നിന്റെ അയൽക്കാരനുണ്ടായെങ്കിൽ ആ വേദന ഒരു സമയത്ത് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. അനുദപിച്ച് പ്രാർത്ഥിച്ചേ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചേ. നീ നിന്റെ സഹോദരനോട് ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ
ഒരു കാലയളവില് ആ ക്രൂരത നമ്മുടെ ജീവിതത്തില്, നമ്മുടെ മക്കളുടെ ജീവിതത്തില് വെളിപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് അത് വീണ്ടും ഒരു അനുതാപത്തിന് അവസരം ദൈവം തരുന്നതാണ്. സഹോദരന്റെ അഭിവൃദ്ധി കണ്ട് അസൂയുണ്ടായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട ഒരു കാലയളവില് ആ അസ്വസ്ഥത നമ്മുടെ ജീവിതത്തില് വെളിപ്പെടും. കണ്ണുനീരൊഴുക്കി നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ധിക്കാരത്തോടും അഹങ്കാരത്തോടും കൂടി പെരുമാറിയിട്ടുണ്ടെങ്കിലോ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ, നിന്റെ സമൃദ്ധിയിലോ നീ മറ്റുള്ളവരോട് അഹങ്കാരത്തോടെ നീ സംസാരിച്ചിട്ടുണ്ടെങ്കിലോ, ആ വേദന ഒരു കാലഘട്ടത്തില് കുടുംബത്തില് മക്കളില് വെളിപ്പെടാൻ സാധ്യതയുണ്ട്. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്ത ചില പ്രവൃത്തികളാ നമ്മുടെ ജീവിതത്തില് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനുദപിച്ചാല്, ആ പാപത്തിൽ നിന്ന് മോചനം നേടിയാല് ആ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അവിടുത്തോട് ഐക്യപ്പെടുന്ന ഒരു വ്യക്തിക്കും ശിക്ഷാവിധിയിലൂടെ കടന്നു പോകേണ്ടത് വരത്തില്ല എന്ന് റോമ 8:1 നമ്മെ പഠിപ്പിക്കുന്നത്. പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുക, യേശുക്രിസ്തുവുമായി ഐക്യപ്പെടുന്നവന് ശിക്ഷാവിധിയില്ല. പരിശുദ്ധ കുർബാനയില് വചനമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ശിക്ഷാവിധികളൊന്നും തന്നെ കടന്നു വരുന്നില്ല. ആ ശിക്ഷാവിധികളെ അവൻ ഏറ്റെടുത്തുകൊണ്ട് രക്ഷപ്രദാനം ചെയ്യുന്ന ദൈവത്തിന്റെ വചനം അവനിൽ വസിക്കുന്നു. മക്കൾ പ്രാർത്ഥിച്ചേ, വചനമായിട്ടാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ദൈവസന്നിധിയില് ഈശോയെ കരുണ കാണിക്കണേ, അഭിഷേകം തരണേ, ശക്തി തരണേ എന്ന് മക്കള് പ്രാർത്ഥിക്കുക. ഈശോയെ കൃപ തരണേ, ഈശോയെ കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയില് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. 1-2 സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ പേര് മറിയാമ്മ, ഞാൻ ചങ്ങനാശ്ശേരി കുറുമ്പനാട് വിടവക്കാരിയാണ്. എനിക്ക് 7 വർഷം മുമ്പ് ബ്രസ്റ്റില് ക്യാൻസർ വന്നായിരുന്നു. പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ മാസം സ്കാൻ ചെയ്തപ്പോൾ ഇടത്തെ ബ്രസ്റ്റില് കുറച്ച് മാറി ഒരു മുഴ കണ്ടെത്തി. ഞാൻ കുന്നന്താനം സഹിയോൻ ധ്യാന കേന്ദ്രത്തില് 1 മുതൽ 5 വരെയുള്ള ധ്യാനം കൂടി. ഇവിടെ കുടമാളൂർ ദേവാലയത്തിൽ വന്ന് വചനപ്രഘോഷത്തിലും ആരാധനയിലും കുർബാനയിലും പങ്കെടുത്തു. കഴിഞ്ഞ ആഴ്ച വീണ്ടും RCCയിൽ പോയി സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞു, ഗുരുതരമായിട്ടുള്ള മുഴയല്ല, ആവശ്യമുണ്ടെങ്കിൽ അത് വളരുകയാണെങ്കിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഡോക്ടർമാര് യാതൊരു കുഴപ്പമില്ലെന്ന് സ്ഥിരീകരിച്ചു. അതുപോലെ സഹോദരി പറയുന്നു, എന്റെ ശരീരത്തിലെ ഭയങ്കര രോഗപീഠകളായിരുന്നു. അഭിഷേക ആരാധനയുടെ സമയത്ത് രോഗപീഠകൾ കൂടുതലായിരുന്നു. ഓരോ ദിവസങ്ങളിലും ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന സമയത്ത് ശരീരത്തിലുണ്ടായിരുന്ന രോഗം ആ സഹോദരിയെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആരാധന കഴിഞ്ഞപ്പോൾ, ശുശ്രൂഷ ധ്യാനം കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തില് നിന്നിരുന്ന സകല രോഗപീഠകളിൽ നിന്നും ദൈവമായ കർത്താവ് പരിപൂർണമായ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു എന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാമോ? വീണ്ടും നമുക്ക് സാക്ഷ്യം കേൾക്കാം. ഞാൻ ഇടവക്കാരിയാണ്. എന്റെ മകൾക്ക് വിവാഹം ആലോചിച്ചിട്ട് എല്ലാം ഒത്തുവന്നപ്പോൾ ചെറുക്കന്റെ ചേട്ടന്റെ വിവാഹം നടക്കാൻ താമസിച്ചുകൊണ്ട് താമസം നേരിട്ടു. ആരാധന നടത്തി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഡിസംബർ 5-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച ആരാധന നടത്തി ഫെബ്രുവരി 14-ാം തീയതി ആ കുഞ്ഞിന്റെ വിവാഹം നടന്നു. കരമുയർത്തി നമുക്ക് തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാമ്പാടിയിൽ നിന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. സാമാന്യ മെച്ചപ്പെട്ട ശമ്പളത്തോടുകൂടി ഒരു ഉയർന്ന ജോലിയിലായിരുന്നു എന്റെ മകൻ. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 5-ാം തീയതി ആ സ്ഥാപനത്തിലുണ്ടായ എന്തോ അസ്വസ്ഥതയില് ആ സഹോദരൻ ആ ജോലി ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. ഡിസംബർ മാസം 1-ാം തീയതി സ്വന്തം ഇഷ്ടപ്രകാരം ജോലി രാജിവെച്ചു. അതിൽ മനം നൊന്ന് ഞങ്ങൾ 7 വെള്ളിയാഴ്ച കുടമാളൂർ പള്ളി പോകാമെന്നും ധ്യാനത്തിൽ പങ്കുകൊള്ളാമെന്ന് നേർന്നു. അതിന്റെ ഫലമായി 6 വെള്ളിയാഴ്ച ആയപ്പോഴേക്കും അവന് വേറൊരു നല്ല ജോലി ലഭിച്ചു. 16-ാം തീയതി പോകാൻ തുടങ്ങുകയും ചെയ്തു. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷാം ജേക്കബ് എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു. 2015
ഫെബ്രുവരി 1 മുതൽ 5 വരെ കുന്നന്താനം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടന്ന വിശ്വാസ അനുഭവ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 6 വർഷമായി എനിക്കുണ്ടായിരുന്ന നടുവേദന ഈശോ പരിപൂർണമായും സുഖപ്പെടുത്തി. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഇന്റർനാഷണൽ ലെവലിൽ നടന്ന ഒരു എക്സാമിലെ മ്യൂസിക് അക്കാഡമിയിലെ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകുവാൻ ദൈവം ആ സഹോദരന് കൃപ കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കരങ്ങൾ അടിച്ചു നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ചേർന്ന് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. രാജേഷ് എന്ന സഹോദരൻ ഈ രാറ്റുപേട്ടൻ സാക്ഷ്യപ്പെടുന്നു. 1 വർഷമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. ഞാൻ സാക്ഷ്യം നൽകുന്നത് എന്റെ അയർലൻഡിലുള്ള അനുജന് വേണ്ടിയാണ്. അവന് 3 ആഴ്ച മുമ്പ് അതിഭയങ്കരമായ തലവേദന ഉണ്ടായി. 3 ദിവസം കട്ടിൽ തന്നെ എണീക്കാൻ പോലും വയ്യാത്ത കിടപ്പിലായി. എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിലായി. ഞങ്ങൾ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിക്കും. കുടമാളൂർ പള്ളിയിൽ വന്ന് വെള്ളിയാഴ്ച സാക്ഷ്യം നൽകാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണമായ സൗഖ്യം ആ സഹോദരന് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുന്നു. കരമുയർത്തി തമ്പുരാന് ഒന്ന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാലായിൽ നിന്ന് സാലി എന്ന സഹോദരി സാക്ഷ്യപ്പെടുന്നു. ഇവിടെ വന്ന് ആരാധന നടത്തുകയും ആരാധനയും കുർബാനയിലും പങ്കെടുത്തതിന്റെ ഫലമായി ആഗ്രഹിച്ച സമയത്ത് തന്നെ എന്റെ മകന് ജോലിയിൽ ലീവ് ലഭിച്ചതിന് നന്ദി പറയുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എന്റെ വീട് പാലായിലാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ആരാധന സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് എന്റെ മകന് ഓറൽ എക്സാമിന് പാസ്സായാൽ അടുത്ത ആഴ്ച സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അതനുസരിച്ച് 5-ാം തീയതി നടന്ന ഓറൽ എക്സാമിന് 2 വിഷയത്തിനും അവൻ ജയിച്ചു. കർത്താവിന് നന്ദി പറയുന്നു. സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. വിനു എന്ന സഹോദരൻ ആലപ്പുഴയിൽ നിന്ന് സാക്ഷ്യപ്പെടുന്നു. വിദേശത്ത് ജോലിക്ക് പോകണമെന്ന ആഗ്രഹത്താൽ ഒരു വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം 3 വെള്ളിയാഴ്ചകളിൽ കുടമാളൂർ പള്ളിയിൽ ആരാധനയിൽ പങ്കുകൊള്ളുകയും ബ്രദറിനെ കണ്ടപ്പോൾ ഫെബ്രുവരി 1 മുതൽ 5 വരെയുള്ള ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ നിർദ്ദേശം തരികയും ചെയ്തു. നിർബന്ധമായിട്ട് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ഫെബ്രുവരി 1-ാം തീയതി ഞാൻ ധ്യാനത്തിൽ പങ്കുകൊള്ളാൻ ആരംഭിച്ചപ്പോൾ 2 വർഷമായി ഞങ്ങളുമായി പിണങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ വീട്ടിൽ വന്നു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ എല്ലാ രേഖകളും ഉണ്ടായിട്ടും 10 മാസമായി ശരിയാകാതിരുന്ന എന്റെ മമ്മിയുടെ ബർത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ധ്യാനത്തിന്റെ ആ ദിവസങ്ങളിൽ തന്നെ ലഭിക്കുകയും ചെയ്തു. അമേരിക്കൻ വിസ മതിയായ രേഖകളില്ലാഞ്ഞിട്ടും എന്റെ മാതാപിതാക്കൾക്കും ഒരു തടസ്സം കൂടാതെ വിസ ലഭിക്കുകയും ചെയ്തു. പലർക്കും വിസ ലഭിക്കാതിരുന്ന അവസരത്തിൽ ദൈവം ഞങ്ങളോട് കാണിച്ച അനന്തമായ കാരുണ്യത്തിന് 1000 നന്ദി പറയുകയും പ്രിയപ്പെട്ടവരെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞ ധ്യാനം കൂടിയേ പറ്റത്തുള്ളൂ. ഒത്തിരി അനുഗ്രഹിച്ചു തരുന്നുണ്ട്. ഈ സഹോദരൻ പറഞ്ഞത് കേട്ട് അനുസരിച്ച് കടന്നു വന്നപ്പോൾ ആ ഭവനത്തിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഈശോ ഏറ്റെടുത്തു. കരമുയർത്തി സ്വരമുയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈ ആലയത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചെങ്കിൽ ധ്യാനം കൂടാത്ത മക്കളുണ്ട് ഈ ആലയത്തിൽ. നിങ്ങൾ കൂടാൻ വേണ്ടിയിട്ടാണ് കർത്താവ് മറ്റുള്ളവരിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങളെ കർത്താവ് ആ ധ്യാന സെന്ററിലേക്ക്, ആ വിശ്വാസ അനുഭവ ധ്യാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക. നിങ്ങൾക്ക് അത് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കതിൽ പങ്കുചേരുവാൻ സാധിക്കാത്തത്. അപ്പൊ കർത്താവ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. ഇനി കൂടാത്തവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. ഏകദേശം 7 ധ്യാനത്തോളമായി, 6 ധ്യാനത്തോളമായി. പ്രിയപ്പെട്ടവരെ, 5 ധ്യാനം വരെ തുടർച്ചയായിട്ട് കൂടിയവരുണ്ട്. കാരണം ആദ്യത്തെ ധ്യാനത്തിൽ വന്ന് കൂടിയപ്പോൾ അനുഗ്രഹം കിട്ടി. അതുകൊണ്ട് അവർ വീണ്ടും 4-5 ധ്യാനങ്ങൾ അടുപ്പിച്ചു കൂടിയ വ്യക്തികളുണ്ട്. വലിയ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കിട്ടിയവരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇനി ധ്യാനം കൂടാനുള്ള ഈ കൂട്ടായ്മയിലെ മുഴുവൻ മക്കളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. എല്ലാ തടസ്സങ്ങളെയും മാറ്റി കർത്താവെ ധ്യാന സെന്ററിൽ വന്ന് ധ്യാനം ദൈവത്തിന്റെ വചനത്തില് അടയിരുന്ന് ആ കർത്താവിന്റെ വചനത്തില് ജീവിക്കുവാനുള്ള ആ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ആ കാരുണ്യത്തിനായിട്ട് ഞങ്ങളിതാ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? നമുക്ക് നന്ദി പറഞ്ഞ് കരമടിച്ച് പാടി പ്രാർത്ഥിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടാത്ത മക്കൾ ഈ ആലയത്തിലുണ്ട്. വിസ വർഷങ്ങളായിട്ട് ലഭിക്കാത്ത മക്കളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ഓർക്കാം. ധ്യാനത്തിൽ പങ്കുചേരുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്കൊന്ന് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ധ്യാനത്തിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് ഈ ആലയത്തിൽ വന്ന് ഈ ശുശ്രൂഷയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വചനം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, കുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, കുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. മനു എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുന്നു. എന്റെ വൈഫിന് പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ 8 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഭാരം കൂടുതലാണ്, അതിനാൽ നോർമലായ ഡെലിവറി നടക്കാൻ സാധ്യത കുറവാണ്. ഞങ്ങൾ ആരാധന നടത്തുകയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും ചെയ്തതിന്റെ ഫലമായി കുഞ്ഞിന്റെ തൂക്കം ക്രമീകരിച്ച് ഈശോ സുഖപ്രസവം നൽകി അനുഗ്രഹിച്ചു. തൂക്കം കർത്താവ് ക്രമീകരിച്ച് സുഖപ്രസവം നൽകി അനുഗ്രഹിച്ചു. കരമുയർത്തി തമ്പുരാന് ഒന്ന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, കുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, കുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പാടി സ്തുതിച്ചാൽ ശക്തി പകരും, പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയ്ക്കും.
പാടി സ്തുതിച്ചാൽ ശക്തി പകരും, പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയ്ക്കും. സാത്താന്യ ശക്തികൾ വിട്ടുപോയിടും, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സാത്താന്യ ശക്തികൾ വിട്ടുപോയിടും, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ മകനുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ മകനുകില്ല. ലൗലി എന്ന സഹോദരി, ഞാൻ 5 വർഷത്തോളമായി വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വരുന്നുണ്ട്. 2 വർഷമായി ഞാൻ എൻ്റെ മകളുടെ വിവാഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. 2 വർഷമായിട്ട് മാർട്ടിൻ ബ്രദറിനെ വിളിച്ച് ഈ ആവശ്യം പറഞ്ഞപ്പോൾ 13 വെള്ളിയാഴ്ച അടുപ്പിച്ച് ഈ നിയോഗം വെച്ച് ആരാധനയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. ഒന്നും ശരിയായില്ല. വീണ്ടും ഞാൻ വെള്ളിയാഴ്ചയിൽ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ആരാധനയ്ക്ക് പേര് കൊടുക്കുവാൻ നിൽക്കുന്നവരുടെ ക്യൂ കണ്ടു. എനിക്ക് അങ്ങനെ പേര് കൊടുത്ത് ആരാധന ചൊല്ലിക്കുന്ന കാര്യം അറിയില്ലായിരുന്നു. ഞാൻ കാത്തലിക് അല്ല. പിന്നീട് പേര് കൊടുത്ത് 13 ആഴ്ച വന്നു. ആരാധന നടത്തിക്കൊണ്ട് 13 ആഴ്ച വന്നു. ആ ആലോചനകളൊക്കെ വരും, പക്ഷെ ഒന്നും ശരിയായില്ല. ഞങ്ങളെ ദൈവം ശുചീകരിക്കുകയാണെന്ന് വിശ്വസിച്ചു. പിന്നെ എത്ര വെള്ളിയാഴ്ച വന്നു എന്ന് എണ്ണാനൊന്നും പോയില്ല. ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ ഞങ്ങളോട് കൃപ കാണിക്കുവോളം നോക്കിക്കൊണ്ടിരുന്നു. നവംബർ അവസാനം ഒരു വെള്ളിയാഴ്ച ആരാധന സമയത്ത് എന്റെ പേര് വിളിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന് ബ്രദർ വിളിച്ചു പറഞ്ഞു. പിറ്റേ ആഴ്ച തന്നെ മോളുടെ വിവാഹം തീരുമാനമായി, ഉറപ്പിച്ചു. ദൈവഹിതമായ മെയിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി തമ്പുരാന് നന്ദി പറഞ്ഞ ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ കുടുംബജീവിതത്തെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി തമ്പുരാന് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ ഒന്ന് വിളിക്കാമോ? യുഗാന്ത്യം വരെ ലോകാവസാനത്തോളം ദൈവ മക്കളുടെ കൂടെ ആയിരിക്കുവാൻ, കൂടെ വസിക്കുവാൻ അപ്പമായി തീർന്നവനെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അപ്പത്തിൽ വസിക്കുന്നവനെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമുക്ക് കരങ്ങൾ അടിച്ച് പാടി ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കണ്ണുകള് കർത്താവിലേക്ക് ഉയരട്ടെ. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകള് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. ജോസ്ന എന്ന സഹോദരി സാക്ഷ്യപ്പെടുന്നു. ആരാധനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തതിന്റെ ഫലമായി എനിക്ക് പോസ്റ്റ് BSc എക്സാം വളരെ പാടായിരുന്നു. ഞാൻ തോറ്റുപോകുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. എനിക്ക് 2nd ക്ലാസ് മാർക്ക് കിട്ടി. അതോടൊപ്പം നല്ലൊരു വിവാഹവും എനിക്ക് ഉറച്ചു. കർത്താവ് കൊടുത്ത വലിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എന്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തില് ഗാന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്ന പെൺകുട്ടി അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ?
എത്ര ദുഃഖമെന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രുവെന്നെ പകച്ചെന്നാലും, എത്ര ദുഃഖമെന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രുവെന്നെ പകച്ചെന്നാലും, എന്നെ കാത്തിടുന്നവൻ എന്നെ മാറോടണയ്ക്കും, എന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ. എന്നെ കാത്തിടുന്നവൻ എന്നെ മാറോടണയ്ക്കും, എന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ. ശക്തിയോടെ ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കുക. കർത്താവിത നമ്മോടുകൂടെ, ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ 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 എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും യേശു ഇപ്പോൾ നൽകുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. മാരക രോഗങ്ങളിൽ നിന്ന് ഈശോ സൗഖ്യം കൊടുക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ 9 മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. കടബാധ്യതയിൽ നിന്ന് 18ഓളം കുടുംബങ്ങളെ ഈശോ മോചിപ്പിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത 3 ദമ്പതിമാരെ ഈശോ അനുഗ്രഹിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ലൂസി എന്ന മകളെ ഈശോ അനുഗ്രഹിക്കുന്നു. മരിയ എന്ന സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു. ആൻസ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. 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 നമുക്ക് പാടി പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന്, എല്ലാവരും ശക്തിയോടെ. എന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖമില്ല ഭാരവുമില്ല. എന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖമില്ല ഭാരവുമില്ല. എന്റെ നിത്യനാണവൻ, എന്റെ രാജാവാണവൻ, എന്റെ പ്രിയനാണ് ഓർത്തുകൊള്ളുക. എന്റെ നിത്യനാണവൻ, എന്റെ രാജാവാണവൻ, എന്റെ പ്രിയനാണ് ഓർത്തുകൊള്ളുക. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം അഭിഷേകത്തോടെ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ അഭിഷേകത്തോടെ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കുന്നു, അഭിഷേകം വ്യാപരിക്കുന്നു. 100-ലധികം വ്യക്തികളുടെ ശരീരങ്ങളിൽ നിന്ന് രോഗപീഠകൾ വിട്ടുവന്ന് നിത്യനരകാഗ്നിയിലേക്ക് അവ നിബന്ധിക്കപ്പെടുന്നതായ ആത്മാവ് വെളിപ്പെടുത്തുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. ഉദര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മക്കൾക്ക് യേശു സൗഖ്യം കൊടുക്കുന്നു. ദൈവമക്കൾ വിളിക്കുന്നു, ഈശോയെ എന്ന് 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 വിളിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. ദൈവമേ, നീ കാണിക്കുന്ന അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുകയാ. എന്തുമാത്രം ഇടവകങ്ങളുള്ള ഇടവകയാ കർത്താവ്. എത്ര പേരെയാ ഈ അനുഗ്രഹത്തിനുള്ളിൽ നിർത്തിയിരിക്കുന്നത്. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ സന്നിധിയിൽ എത്തുന്നില്ല. കരുണയ മക്കളെ, ആരുടെയും കഴിവുകൊണ്ടൊന്നുമല്ല, ശക്തി കൊണ്ടോ കരങ്ങളുടെ ബല കൊണ്ടോ ഒന്നല്ല ഇവിടെ എത്തിയേ. പിതാവായ ദൈവം അനന്തമായ കരുണ ചൊരിയുന്നത് കൊണ്ടാ ഞാനും നിങ്ങളും കർത്താവിന്റെ ആലയത്തില് നിൽക്കുന്നേ. ഒരു നിമിഷം നമ്മെ തന്നെ തമ്പുരാന് വിട്ടുകൊടുക്കാം. ഒരിടവകയില് ആ ഇടവകാംഗങ്ങൾ ശുശ്രൂഷ ചെയ്യുക, സ്വന്തം ദേശത്ത് ശുശ്രൂഷ ചെയ്യുക. എന്തുമാത്രം ദൈവം കരുണ കാണിക്കുന്നത് കൊണ്ടാ അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നേ. പാപിയും അയോഗ്യനുമായ ഈ ദാസനെ അവിടുന്ന് എത്രത്തോളം അനുഗ്രഹിക്കുന്നേ. സ്വന്തം ദേശത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവമായ കർത്താവ് അനുവദിച്ച ആനന്ദമായ കാരുണ്യത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഈശോയെ, ഒരു പ്രവാചകനും സ്വന്തം ദേശത്ത് നിലനിൽക്കുവാൻ സാധിക്കത്തില്ല. കാരണം ആ ദേശവാസികൾ അവനെ അവഗണിക്കും. ഈശോ സ്വന്തം ദേശത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അവർ അവനിൽ വിശ്വസിച്ചില്ല. എന്തുമാത്രം കരുണ കാണിക്കുന്നത് കൊണ്ടാ ഒരു ദേശത്ത് ഒരിടവകയില് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നത്. ദൈവമേ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തിന് പാപിയും അയോഗ്യനുമായ ഈ ദാസൻ നന്ദി പറയുകയാ. കരങ്ങൾ ഉയർത്തി ഈ ദാസന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ഈശോയെ കൂടുതൽ കൂടുതൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ തരാവോ എന്ന് യേശുവിനോട് ചോദിക്കുക, യാചിക്കുക. ഈശോയെ, കൂടുതൽ തീക്ഷ്ണതയോടെ ഭയഭക്തിയോടെ വചനമനുസരിച്ച് കൽപ്പനകളെല്ലാം അനുസരിച്ച് ജീവിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ പാപിയും അയോഗ്യനുമായ ഈ എളിയദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി സ്വരമുയർത്തി ദൈവമക്കള് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. ഈശോയെ, തിരുവചനം പെരുമഴ പോലെ ഈ അധരങ്ങളിലൂടെ പെയ്തിറങ്ങുവാൻ അധരത്തെ വിശുദ്ധീകരിക്കണമേ, ശരീരത്തെ വിശുദ്ധീകരിക്കണമേ, ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ, ആത്മീയ ശക്തിയാല് നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എളിമയോടെ വിനയത്തോടെ സഭയെ അനുസരിച്ച്, സഭാപിതാക്കന്മാരെ അനുസരിച്ച്, വൈദികരെ അനുസരിച്ച്, സഭയെ പൂർണ്ണമായും അനുസരിച്ച്, സഭയോട് ചേർന്ന് മരണം വരെയും നിലനിൽക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഈ ദാസന്റെ മേൽ അവിടുന്ന് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണ കാണിക്കണമേ. എളിമയോടെ വിനയത്തോടെ സ്നേഹത്തോടെ പരിശുദ്ധ കുർബാനയില് ജീവിച്ച് മരണം വരിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി ദൈവമക്കൾ വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. നമുക്ക് പാടി ആരാധിക്കാം. എല്ലാവരും ചേർന്ന് സർവശക്തനായ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ആ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
ക്രൂശിന്റെ എനിക്കായി മരിച്ചു, എത്രമാത്രം പീഡകൾ സഹിച്ചു, ഇത്ര നാൾ നിന്നെ മറന്നിട്ടും പാപിയാ എന്നെ കരുതി നീ. ദൈവമേ കരുണയാ എന്നെ നീ നോക്കണേ. പാപിയാ എന്റെ ഈ സങ്കടം കാണണേ. ദൈവമേ കരുണയാ എന്നെ നീ നോക്കണേ. പാപിയാ എന്റെ ഈ സങ്കടം കാണണേ. കരങ്ങളുയർത്തി നമുക്കൊരു നിമിഷം വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. ശുശ്രൂഷകരെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ടൊന്ന് വിളിക്കാമോ? ഈശോ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് ഗാന ശുശ്രൂഷകരെ സമർപ്പിച്ചുകൊണ്ട് വിളിക്കാമോ? അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ചോരയെല്ലാം വീട്ടി ഭൂമിയോളം തന്നെ തന്നെ താഴ്ത്തി, എന്നിട്ടും നിന്നെ മറന്നു ഞാൻ. യേശുവേ എന്നെ കൈവിടല്ലേ. ദൈവമേ കരുണയാ എന്നെ നീ നോക്കണേ. പാപിയാ എന്റെ ഈ സങ്കടം കാണണേ. ദൈവമേ കരുണയാ എന്നെ നീ നോക്കണേ. പാപിയാ എന്റെ ഈ സങ്കടം കാണണേ. ശിരസിൽ മുൾമുടിയണിഞ്ഞു, തിരുച്ചോര എൻ ശിരസിൽ വീട്ടി, എന്റെ പാപക്കറകൾ നീക്കി, വെള്ളവസ്ത്രമെന്നെ പുതപ്പിക്കാൻ. ദൈവമേ കരുണയാ എന്നെ നീ നോക്കണേ. പാപിയാ എന്റെ ഈ സങ്കടം കാണണേ.
ആവർത്തിച്ച് പാടുന്നു. ചോരയാ പാപിയാ എന്നെ നീ കഴുകണേ. ഈശോയെ കഴുകണമേ. യേശുവേ കരുണയാ എന്നെ നീ നോക്കണേ. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. പാപിയാ എന്നെ നീ കഴുകണേ. യേശുവേ കരുണയാ എന്നെ നീ നോക്കണേ. ചോരയാ പാപിയാ എന്നെ നീ കഴുകണേ. ചോരയാ പാപിയാ എന്നെ നീ കഴുകണേ. ചോരയാ പാപിയാ എന്നെ നീ കഴുകണേ. യേശുവേ പാപിയാ എന്നെ നീ കഴുകണേ. യേശുവേ പാപിയാ എന്നെ നീ കഴുകണേ. മുട്ടുമേലായിരിക്കാം. ദൈവത്തിരുസന്നിധിയിലേക്ക് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് നിമിഷം സമർപ്പിക്കാം. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ വേദനകൾ, ഒറ്റപ്പെട്ട ചില അവസ്ഥകൾ, നിന്ദിക്കപ്പെട്ട ചില സാഹചര്യങ്ങൾ, എല്ലാരാലും ഉപേക്ഷിക്കപ്പെട്ട ചില സമയങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ അനുഗ്രഹത്തിന് കാരണമായിരിക്കുന്നു. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പൂർവ്വ ജോസഫിന്റെ കൂടെ ആയിരുന്ന ദൈവം, നമ്മുടെ സഹോദരൻ, നമ്മുടെ മാതാപിതാക്കൾ ഒറ്റപ്പെട്ട സമയങ്ങളിൽ, വേദനിക്കപ്പെട്ട സമയങ്ങളിൽ, ജയിലറകളിൽ അടയ്ക്കപ്പെടേണ്ട ചില ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങളിൽ അവിടെ എല്ലാം തമ്പുരാന്റെ വലിയ സ്നേഹം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നേ. ആരുപേക്ഷിക്കപ്പെടുന്നോ ഒറ്റപ്പെടുന്ന ആ വ്യക്തിയുടെ ദൈവം ഉണ്ടായിരിക്കും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുക. മാതാപിതാക്കളുടെ വേദനകൾ, അവരുടെ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ, സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെടുകയും മാതാപിതാക്കളാൽ നിന്ദിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സമയങ്ങൾ, ഇതൊക്കെയാണ് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ അനുഗ്രഹം. അവരുടെ കൂടെ ഉണ്ടായിരുന്ന തമ്പുരാൻ ആ വേദനയോടെ കടന്നു പോകുമ്പോൾ അവർ തമ്പുരാനെ വിളിച്ചു. മറ്റുള്ളവര് തമ്പുരാനെ വിളിച്ചു കാണാൻ സാധ്യത കുറവാണ്. ഈ പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിക്കുന്നതിനുള്ള ആ വ്യഗ്രതയിലും വിറ്റ് കാശുണ്ടാക്കാനുള്ള വ്യഗ്രതയിലുമൊക്കെ കടന്നു പോകുമ്പോൾ തമ്പുരാനെ വിളിച്ചു കാണത്തില്ല. പക്ഷേ ഒറ്റപ്പെട്ട വ്യക്തി, വേദനയുടെ കടന്നുപോയ വ്യക്തി, കുടുംബം തമ്പുരാനെ ആ സമയങ്ങളെല്ലാം കണ്ണുനീരോടെ വിളിച്ചിട്ടുണ്ട്. വേദനയോടെ തമ്പുരാന്റെ സന്നിധി നിന്നിട്ടുണ്ട്. പലപ്പോഴും ദൈവരാജ്യത്തിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. കണ്ണുനീരോടും നിലവിളിയോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയും അവരുടെ വേദനകളും അവരുടെ സങ്കടങ്ങളും ഒക്കെ തമ്പുരാൻ മുമ്പിൽ സമർപ്പിച്ച ആ സമർപ്പണമാ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ. ഈശോയെ, ആ ലഭിച്ച അനുഗ്രഹങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനുള്ള ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. വലിയ ദൈവാനുഗ്രഹത്തിന്റെ മണിക്കൂറുകൾ ഈ കൂട്ടായ്മയിലേക്ക് ചൊരിയപ്പെടുന്നു എന്ന് പരിശുദ്ധാത്മാവ് സന്ദേശിച്ചിരുന്നു. ആത്മീയവും ഭൗതികമായ വലിയ വളർച്ചയുടെയും ഉയർച്ചയുടെയും
നിമിഷങ്ങളിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിൽ കർത്താവിന്റെ അഭിഷേകം ഒഴുകിയിറങ്ങുക. ഈ ശുശ്രൂഷകരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, കനാൻ ദേശത്തിന്റെ പ്രതീക്ഷയുടെ, വലിയ സമാധാനത്തിന്റെ, വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങള് ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. നമ്മളിപ്പോ ഒരു സാക്ഷ്യം കേട്ടു. ഞാൻ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന സമയങ്ങളിൽ വളരെ എളിമയോടും വിനയത്തോടും കൂടി വന്ന് അന്ന് ആ സമയത്ത് ശുശ്രൂഷയെ സഹായിച്ചു ഒരു പ്രതിഫലം പോലും വാങ്ങിക്കാതെ ശുശ്രൂഷ ചെയ്ത സഹോദരി, എന്തുമാത്രം അനുഗ്രഹമാ ആ കുട്ടിയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞു എന്നറിയാമോ? അവിടുത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ദൈവവചനത്തോടും ദൈവത്തോടും ചേർന്ന് നിൽക്കുന്ന വ്യക്തികളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും, അഭിഷേകം ചെയ്യും. ഹൃദയം കൊണ്ട് ഐക്യപ്പെടുവാൻ സാധിക്കണം. ശുശ്രൂഷ കടന്നു വരുന്നുണ്ട്, ഹൃദയം കൊണ്ടുള്ള ഐക്യം ചിലപ്പോൾ കാണത്തില്ല. കൂട്ടായ്മയെ സ്നേഹിക്കുമ്പം ദൈവത്തെ സ്നേഹിക്കുന്നത്. ഇവിടെയുള്ള വ്യക്തികൾക്ക് വേണ്ടി, ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയില പ്രാർത്ഥിക്കുന്ന ദൈവം അനുഗ്രഹിക്കും. ഈ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും ഈ കൂട്ടായ്മയെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിനെയാണ് സ്നേഹിക്കുന്നത്, സഭയെയാണ് സ്നേഹിക്കുന്നത്. ആ വലിയ കൃപയും അനുഗ്രഹവും സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടും. കണ്ണുനീരൊഴുക്കി നമുക്ക് ഈ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എത്ര വലിയ സ്നേഹമാ, എത്ര വലിയ കാരുണ്യ, എത്ര വലിയ അഭിഷേകമാ അവിടുന്ന് അനുദിനം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മീയ അഭിവൃദ്ധിയുടെ അഭിഷേകം, ഭൗതികമായ അനുഗ്രഹങ്ങളുടെ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. എന്നോട് ചേർന്ന് നിൽക്കുന്ന ഓരോ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈ ദാസനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും തമ്പുരാനെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക, പരിശുദ്ധ ബലിയിലേക്ക് സമർപ്പിക്കുക, യേശുവിന്റെ തിരുശരീരത്തിലേക്ക് സമർപ്പിക്കുക. പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം ചൊരിയുന്ന വലിയ ശക്തി അഭിഷേകം വ്യക്തി ജീവിതങ്ങളിലോ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിദേശ രാജ്യങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ കൂട്ടായ്മയുടെ, ഈ ശുശ്രൂഷയുടെ, ആത്മീയ ജീവിതത്തിന്റെ ഭൗതികമായ നേട്ടങ്ങളുടെ അഭിവൃദ്ധി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ മക്കള് വിദേശ രാജ്യങ്ങളിലുണ്ട്. നമുക്ക് അവരെല്ലാം ഓർത്ത് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന നാളിതുവരെ ഈ ശുശ്രൂഷയോട് ചേർന്നിരിക്കുന്ന മുഴുവൻ മക്കളെയും അവരുടെ കുടുംബത്തെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വലിയ അഭിഷേകത്തിന്റെ നിമിഷങ്ങളാണ്. ഈ ശുശ്രൂഷ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ മഹത്വം ഈ ആലയത്തിൽ വെളിപ്പെട്ടിരിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? കരമുയർത്തി വിളിക്കാമോ? സ്വർഗത്തോളം കരമുയർത്തി വിളിക്കാമോ? മനസ്സ് സ്വർഗത്തോളം ഉയർത്തി വിളിക്കാമോ? മനോഭാവം സ്വർഗത്തോളം ഉയർത്തി വിളിക്കാമോ? നിലവിളിച്ച് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ, ഈശോയെ, ഈശോയെ എന്ന് വിളിക്കുന്നു. മക്കളെ വിളിക്കുന്നു. ദൈവത്തിന്റെ മക്കള് ദൈവത്തെ വിളിക്കുന്നു. കണ്ണുനീരോടെ വിളിക്കുന്നു, വിലാപത്തോടെ വിളിക്കുന്നു, നെടുവീർപ്പോടെ വിളിക്കുന്നു. നിലവിളിക്ക് ഉത്തരം തരുന്ന തമ്പുരാന്റെ കാരുണ്യത്തെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാം
മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളുന്നു. നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂക്കണമേ വത്സലസുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സമയവും ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ആത്മാവിന്റെ വലിയ അഭിഷേകവും കൃപയും ശക്തിയും ഞങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. നമ്മളെയും ലോകം മുഴുവനെയും വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുന്ന ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ മക്കളെയും കുടുംബങ്ങളെയും ഈശോ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. ആത്മീയവും ഭൗതികമായ മേഖലയെ ഈശോ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ബിസിനസ് മേഖലകളെ ഈശോ അനുഗ്രഹിക്കുന്നു. ജോലി മേഖലകളെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കുന്നു. വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ അനുഗ്രഹിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ അനുഗ്രഹിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്ത മക്കളെ അനുഗ്രഹിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. കടബാധിതരായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും ചേർത്ത് വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന ആരാധന അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനം അടുത്ത മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് അതിൽ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ദേവാലയത്തിന്റെ ഇരു സൈഡുകളിലോ വശങ്ങളിലോ അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ധ്യാനത്തിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും വേണ്ടി ബുക്ക് ചെയ്യണമെങ്കിൽ ഈ സമയങ്ങളിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലും ധ്യാനത്തിനു വേണ്ടിയുള്ള ബുക്കിങ്ങിനുള്ള കൗണ്ടറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരും നിൽക്കരുത്.